പന്മന ഇടപ്പള്ളിക്കോട്ട താമസക്കാരനായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിയത്. പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരത്തിലുണ്ടാകുന്ന അസുഖങ്ങൾ, അത് ഹാർട്ടിൻ്റേതാകട്ടെ, കിഡ്നിയുടേതാകട്ടെ, തലച്ചോറിൻ്റെ ആകട്ടെ, അവർക്കൊന്നും വലിയ മൾട്ടി ഹോസ്പിറ്റലിൽ, അതുപോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊന്നും പോകാൻ കഴിയാതെ വരുമ്പോൾ അവർ താലൂക്ക് ആശുപത്രിയും ജില്ലാ ആശുപത്രിയും അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലുമാണ് പോകുന്നത്. പാവപ്പെട്ടവരും സാധാരണക്കാരും പ്രത്യേകിച്ച് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെ ആശ്രയം എന്ന് പറയുന്നത് വിദഗ്ധ ചികിത്സയ്ക്കായി അവർ ചെല്ലുന്നത് മെഡിക്കൽ കോളേജിലാണ്. പക്ഷേ നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ ഇന്ന് എന്താണ്? ഓരോ മെഡിക്കൽ കോളേജുകളും, സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളിൽ കൂടുതൽ ഇരകളാകുന്നത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട രോഗികളാണ് എന്നുള്ളതാണ്. അവർക്ക് വലിയ വലിയ ആശുപത്രിയിൽ പോയി ഭീമമായ തുക ചെലവാക്കി ചികിത്സിക്കാൻ കഴിയാത്തതുകൊണ്ടും ഓപ്പറേഷൻ നടത്താൻ കഴിയാത്തതുകൊണ്ടാണ്, വേറെ ഒരു മാർഗ്ഗമില്ലാത്തതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്. അങ്ങനെ മെഡിക്കൽ കോളേജുകളിൽ ചെല്ലുന്ന രോഗികളോടുള്ള സമീപനം, ആ സമീപനമാണ് നാം ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. കാരണം അത് വേണുവിൻ്റെ അനുഭവം ഒരു അവസാനത്തെ ഉദാഹരണമാണ്. ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജാകട്ടെ, ആലപ്പുഴ മെഡിക്കൽ കോളേജാകട്ടെ, കോട്ടയം മെഡിക്കൽ കോളേജാകട്ടെ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ, അവിടെ എല്ലാം നടന്നിട്ടുള്ള സംഭവങ്ങൾ ആശുപത്രി അധികൃതരുടെ, ഡോക്ടർമാരുടെ, അതുപോലെ തന്നെ അവരുടെയൊക്കെ അവഗണന മൂലം, അതോടൊപ്പം തന്നെ ഉത്തരവാദിത്തരഹിതമായ പെരുമാറ്റം മൂലം ഇരകളായിട്ടുള്ളവരെല്ലാം പാവപ്പെട്ട രോഗികളാണ്. ഇതിന് ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ആരോഗ്യവകുപ്പ് എന്താ ചെയ്യുന്നത്? ആരോഗ്യവകുപ്പ് അവരുടെ ഭാഗം ന്യായീകരിച്ച് പ്രസ്താവന ഇറക്കി തടിതപ്പുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വേണുവിൻ്റെ കാര്യത്തിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നൽകിയിരിക്കുന്ന പ്രസ്താവന ഇന്ന് പത്രങ്ങളിൽ വന്നിരിക്കുന്നു. വേണുവിന് എല്ലാ ചികിത്സയും നൽകി, എല്ലാ ECG എടുത്തു, എക്കോ എടുത്തു, അതുപോലെ തന്നെ മറ്റ് എല്ലാ ചികിത്സകൾക്കും വിധേയമാക്കി. പക്ഷെ ആൾ മരണപ്പെട്ടു പോയി എന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വേണുവിൻ്റെ വോയിസ് മെസ്സേജ് എന്താണ്? വേണുവിൻ്റെ വോയിസ് മെസ്സേജ്, മരിച്ചുപോയ വേണുവിൻ്റെ വോയിസ് മെസ്സേജ്, തൻ്റെ സുഹൃത്തിന് അയച്ച വോയിസ് മെസ്സേജിൽ എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ രോഗി തൻ്റെ വോയിസ് മെസ്സേജിലൂടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുക. അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം മരിച്ചു പോകാൻ പോവാണ്. കാരണം അദ്ദേഹത്തിന് ആവശ്യമായ വിദഗ്ധ ചികിത്സ ലഭിച്ചിട്ടില്ല, അദ്ദേഹം ഏത് നിമിഷവും മരിക്കും എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിനുണ്ടായ അനുഭവം ആശുപത്രി അധികൃതർ, ഡോക്ടർമാരിൽ നിന്ന്, നഴ്സുമാരിൽ നിന്ന്, മറ്റ് സ്റ്റാഫിൽ നിന്ന് ഉണ്ടായ തിക്ത അനുഭവങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹം അറിയണം, ഭരണാധികാരികൾ അറിയണം എന്ന് അദ്ദേഹത്തിന് തോന്നിയതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ പോകുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് തൻ്റെ സുഹൃത്തിന് ഒരു വോയിസ് മെസ്സേജ് അയച്ച് അങ്ങനെയെങ്കിലും നാട്ടുകാരറിയട്ടെ, ജനങ്ങളറിയട്ടെ, ഗവൺമെൻറ് അറിയട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം വോയിസ് മെസ്സേജ് അയച്ചത്. ആ വോയിസ് മെസ്സേജിൽ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അത് ഗൗരവമായി കാണുന്നതിന് പകരം, എടുക്കുന്നതിന് പകരം, ഉണ്ടായ വീഴ്ചകൾ പരിശോധിക്കുന്നതിന് പകരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് ഇന്ന് ഇറക്കിയിരിക്കുന്ന പ്രസ്താവന പത്രങ്ങളിൽ വന്നത് അവരുടെ ഭാഗത്ത് യാതൊരു തെറ്റും ഉണ്ടായിട്ടില്ല, യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല, യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മരണം സ്വാഭാവികമായി ഉണ്ടായ മരണമെന്ന് പറഞ്ഞ് അവർ കൈകഴുകുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്കെങ്ങനെ അംഗീകരിക്കാൻ കഴിയും? പാവപ്പെട്ട രോഗികളായാൽ അവരെ എന്ത് ചെയ്യാം, അവരോട് എങ്ങനെയും ഏത് തരത്തിലും അവരുടെ രോഗത്തെ ചികിത്സയ്ക്ക് അവർക്ക് കൊടുക്കേണ്ട വിദഗ്ധ ചികിത്സ കൊടുക്കാതിരിക്കുകയും, സമയത്ത് അവർക്ക് വേണ്ട ഓപ്പറേഷൻ അല്ലെങ്കിൽ മറ്റൊരു ചികിത്സയാണെങ്കിൽ അത് ചെയ്യാതിരിക്കുകയും, അതിങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നത് മൂലമാണ് മരിക്കുന്നതെങ്കിൽ ആ മരണം അതൊരു കൊലക്കുറ്റമായി തന്നെ നമുക്ക് കാണണം. അത് അങ്ങനെ പോകുന്ന സ്വഭാവമുള്ള മന്ത്രിമാരല്ലല്ലോ ജില്ലയിലുള്ളത്. അങ്ങനെ ഇതുപോലുള്ള പാവപ്പെട്ടവരുടെ വീടുകളിൽ ഇതുപോലെയുള്ള ദൗർഭാഗ്യകരമായ സംഭവങ്ങളുണ്ടായാൽ അവിടെ ഓടിച്ചെന്ന് അന്വേഷിക്കുന്ന, അതിന് പരിഹാരം കണ്ടെത്തുന്ന, അതിനാവശ്യമായ സഹായങ്ങൾ കൊടുക്കുന്ന മന്ത്രിമാരല്ലല്ലോ നമ്മുടെ ജില്ലയിലുള്ളത്. മനുഷ്യത്വമില്ലാത്ത മന്ത്രിമാരാണല്ലോ നമ്മുടെ ജില്ലയിലുള്ളത്. ഈ മൂന്ന് മന്ത്രിമാരും അവർക്ക് ഈ പാവപ്പെട്ട മരിച്ച എന്താ, അവർക്ക് എന്താ പ്രശ്നം? ഇതുപോലുള്ള വേണുവിനെ പോലെയുള്ള പാവപ്പെട്ട രോഗികൾ, പ്രത്യേകിച്ചും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട രോഗികൾ ചികിത്സ കിട്ടാൻ മരിച്ചാൽ അവർക്കെന്താ പ്രശ്നം?
അവർക്കൊരു പ്രശ്നമില്ലല്ലോ. അവരുടെ മന്ത്രി കസേരയ്ക്ക് യാതൊരു കോട്ടവും തട്ടുന്നില്ല, മന്ത്രിസ്ഥാനത്തിന് യാതൊരു കോട്ടവും തട്ടുന്നില്ല. പോയാലും ഇല്ലെങ്കിലും എന്താണ്, അടുത്ത പ്രാവശ്യം അവർക്ക് അധികാരത്തിൽ വരാൻ കഴിയും, ഭരണത്തിൽ വരാൻ കഴിയും എന്നുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു ഇതിലല്ലേ അവർ പോകുന്നത്.